ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. എപ്പോഴും ഇതൊക്കെ തന്നെയാണോ ഉള്ളത്? നമ്മൾ പുറത്ത് പോകുക, ഷോപ്പ് ചെയ്യുക, അതൊക്കെ തന്നെ വീഡിയോ കാണിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്ക് ഫോറസ്റ്റ് ഡേ ആണ് കുട്ടികൾക്ക് സ്കൂളിൽ. അപ്പോൾ അവർക്ക് നിർബന്ധമായും വെല്ലിംഗ്ടൺ ബൂട്ട്സ് വേണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം ഞാനും അഞ്ജിതയും കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത്. അഞ്ജിതയുടെ ഹസ്ബൻഡിന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ആൾക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ആൾ അതിന് പോയി. അപ്പോൾ ഞങ്ങൾ ഒരു 4 മണി 3:30 ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. പക്ഷേ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് പെപ്പാൻകോയിലേക്കാണ്. പെപ്പാൻകോയിൽ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നമുക്ക് കിട്ടാറുണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നോക്കിയെടുക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നു, ഒരു ബൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഭയങ്കര സ്മോൾ സൈസ് ആയിരുന്നു. പിന്നെ വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ സമയം ഒട്ടും കളയാതെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പ്രൈമാർക്കിലേക്കാണ്. ഇവിടെ ഷോപ്സ് എല്ലാം 6 മണിയോടുകൂടെ തന്നെ ക്ലോസ് ചെയ്യും. കാരണം വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ ഷോപ്സ് അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ വല്ല ഫ്രൂട്ട്സിൻ്റെ ഷോപ്സാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ലേറ്റ് നൈറ്റ് ഷോപ്സ് കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവാറില്ല. മാളുകളൊക്കെ 6 മണിക്ക് തന്നെ കറക്റ്റ്. ഇവിടെ ഭയങ്കര എന്താ പറയുക, ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തിരിക്കും ഷോപ്സ്, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രൈമാർക്കിലേക്ക് പോകണം. പ്രൈമാർക്കിൽ ഒരുപാട് വിൻ്റർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. വിൻ്റർ സെയിൽ നടക്കുവാണ്. അപ്പോൾ നല്ല കുറേ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ പതുക്കെ കണ്ടു. നേരെ ബൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ കുറേ ഷൂസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബൂട്ട്സ് ആകെ വെല്ലിംഗ്ടൺ ബൂട്ട്സ് ആകെ രണ്ട് ഡിസൈനിലാണ് വന്നിരുന്നത്. പക്ഷെ ഞങ്ങൾക്കത് വലിയ തൃപ്തിയായില്ല. പിന്നെ അതുമല്ല, ഒരെണ്ണം ബാറ്റ്മാൻ്റെ ആയിരുന്നു, അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പിറ്റേ ദിവസത്തേക്ക് എന്തായാലും വേണം, അപ്പോൾ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേനും ജൂക്കോന് അതിൻ്റെ സൈസ് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് കളറും അതുപോലെ തന്നെ വേറെ പാറ്റേണാണ് നോക്കിയത്. കാരണം രണ്ടും ഒരുപോലെ ഇരുന്നാലും ശരിയാവത്തില്ല. പിന്നെ ജൂക്കോൻ്റെ സൈസും കുഞ്ഞുവിൻ്റെ സൈസും ഡിഫറെൻ്റ് ആണ്. രണ്ട് സൈസാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഇടിയിപ്പിച്ചൊക്കെ നോക്കി, പക്ഷേ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വളരെ ടെൻഷനായി. കാരണം പിറ്റേ ദിവസം എന്തായാലും അവർക്ക് വേണം. അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു. കാരണം പ്രൈമാർക്കിലും കയറി അവിടെയും കയറി വന്നപ്പോഴത്തേനും ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മൾ JDയിലേക്കാണ്. JDയിൽ സ്പോർട്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. JDയിൽ ഉണ്ടാവോ ഇല്ലേന്നൊന്നും അറിയില്ലായിരുന്നു. ബട്ട് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെയും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ കുറേ ഷൂസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷൂ സോണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ നിന്നാണ് കുട്ടികൾക്ക് ഞങ്ങൾ സ്കൂളിലേക്കുള്ള ഷൂസൊക്കെ വാങ്ങിച്ചത്. പക്ഷേ അവിടെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എമാൻഡസ് വന്നു, മാർക്സ് ആൻഡ് സ്പെൻസർ. അവിടെ ഞങ്ങൾ ചുമ്മാ കയറിയതാണ്, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. അവിടെ നിന്ന് നമ്മൾക്ക് സാധനം കിട്ടി ഗൈസ്. അവിടെ ഒരു സെക്ഷൻ തന്നെ വെല്ലിംഗ്ടൺ ബൂട്ട്സിന് ഉണ്ടായിരുന്നു. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 പേരെ കൊണ്ട് ഇടിയിപ്പിച്ചു. കറക്റ്റ് സൈസൊക്കെ 2 പേരുടെയും കറക്റ്റ് സൈസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേരെയും കൊണ്ട് ഇടിയിപ്പിച്ചു. കുറച്ച് റാംപാക്ക് കാര്യങ്ങളൊക്കെ നടത്തി. കാരണം കുട്ടികൾ ഭയങ്കരമായിട്ടും ടയേർഡായിരുന്നു. ജൂക്കോ അലമ്പായി തുടങ്ങിയായിരുന്നു. കാരണം പുറത്ത് പോയി കഴിഞ്ഞ് ജൂക്കോന് വേറെ പല ആഗ്രഹങ്ങളും ചിന്തകളൊക്കെയാണ്. കാരണം ബൂട്ട്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേനും കുട്ടിയുടെ ആകർഷണം വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുന്നതുകൊണ്ട് ആൾ കുറച്ച് ഇതായിരുന്നു. ഇപ്പം ഇതെടുത്തിട്ട് മതി അങ്ങോട്ട് പോകലൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേനും വാശി പിടിക്കും. അയാൾ ഭയങ്കര അലമ്പി തുടങ്ങിയായിരുന്നു. പിന്നെ കുഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടേ കിടന്നാണ് ലാസ്റ്റ് ഷൂ ഒക്കെ ഇടുന്നത്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജൂക്കോ കുറച്ചൊരു മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണത്. ഇതാണ് നിനക്കെടുത്തത്, ഇതാണ് അവനെടുത്തത്. അവനൊരു സ്പൈഡർമാൻ്റെ, കുഞ്ഞുവിന് ഒരു സ്പൈഡർമാൻ്റെയും അതുപോലെ തന്നെ ജൂക്കോനൊരു ഡൈനസോറിൻ്റെയുമാണ് എടുത്തത്. അപ്പോൾ 2 പേരെയും കാണിച്ചു കൊടുക്കണം. ഇത് 2ഉമാണ് നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് ഇനി തള്ളുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. 2 ബൂട്ട്സും നല്ലതായിരുന്നു. കാരണം നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്ക് തന്നെ വേണം. അതുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ചെടുത്തത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇത്ര നേരത്തെ വേണമെന്ന് വിചാരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഷോപ്പിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് 2 പിള്ളേർ അവിടെ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ആ ഫൗണ്ടൻ്റെ വെള്ളം ഫ്രീസായിട്ട് അത് ഐസ് കട്ടയായിട്ട് അവർ അത് പൊട്ടിച്ച് അത് താഴെയിട്ട് പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കണേ, ഗ്ലൗസ് ഒന്നും ഇടാതെ അവരതെടുത്ത് പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കണേ. അപ്പം നല്ല തണുപ്പായിരുന്നു ഗൈസ്. കാരണം ഒരു -6 ഡിഗ്രിയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ തണുപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറെ ഷോപ്പിലേക്ക് പോവാണ്, സെയിൻസ്ബറിയിലേക്ക് പോവാണ്. കാരണം കുറച്ച് ഷോപ്പിങ്ങും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മളുടെ സിറ്റി സെൻറ്റർ നിയർ ബൈ ഷോപ്സ് എല്ലാം 6 മണിക്ക് ക്ലോസ് ചെയ്യും. സെയിൻസ്ബറിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 12 മണി വരെ, 10 മണി വരെ കാണുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വളരെ ടയേർഡായി. ജൂക്കോ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ഉറങ്ങിപ്പോയായിരുന്നു. ഞാനതിനെടുത്തിട്ട് നടക്കുവാണ് സെയിൻസ്ബറി. അങ്ങനെ സെയിൻസ്ബറിയിലെത്തി. സെയിൻസ്ബറിയുടെ ഇതൊരു വലിയൊരു ഷോപ്പാണ്, വലിയൊരു ഷോറൂമാണ്. ഡ്രസ്സും അങ്ങനെയുള്ള ഐറ്റംസും ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസും ഉള്ള ഒരു വലിയൊരു ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ സെയിൻസ്ബറിയിൽ ചെന്ന്, സെയിൻസ്ബറിയിൽ സാധാരണ നമുക്ക് നല്ല ഓഫറിൽ ഒക്കെ കിട്ടാറുണ്ട്. റേറ്റും വലിയ റേറ്റൊന്നും വരാതെ നമുക്ക് നല്ല ഓഫറിൽ കിട്ടാറുണ്ട്. എപ്പോഴും അവിടെ ഡ്രസ്സും ഷൂസ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ എപ്പോഴും ഓഫർ ഉണ്ടാവും, ഒരു 70% ഓഫ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സോസേജ് ഇന്ത്യൻ സെക്ഷനാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സെക്ഷനിൽ സോസേജ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ സോസേജ് എടുത്തു. പിന്നെ കുറേ റെഡിമെയ്ഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അത് കഴിഞ്ഞ് ഐസ്ക്രീം സെക്ഷൻസിൽ പോയി ഐസ്ക്രീം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് വന്നത് ചിക്കൻ്റെ പോർഷൻസ് വാങ്ങിക്കാനായിട്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ അത് ഉണ്ടായിരുന്നില്ല, അവിടെ തീർന്നു പോയായിരുന്നു. നമ്മൾ ആദ്യം പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് നമ്മൾ വരണ ടൈമിൽ ഉണ്ടാവില്ല. ചിക്കൻ്റെ പോർഷൻസ് എടുക്കാതെ നമുക്ക് ലെഗ് പീസായിട്ടുള്ളൊരു ഇതാണ് കിട്ടിയത്, അതെടുത്തു. പിന്നെ പ്രോൺസ് എടുത്തു. പ്രോൺസൊക്കെ ഫ്രോസൺ ആയിട്ടാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വീട്ടിലെത്തി വളരെ ടയേർഡായിരുന്നു. നമ്മൾ ഡൊമിനോസിൽ നിന്ന് പിസ്സയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ജൂക്ക് കിടന്ന് കാണിക്കുന്നത്. അവൻ അടിക്കുന്നതെന്നല്ല, കളിക്കുന്നതാണ്. ആൾക്ക് കുറച്ച് ഇത് കൂടുതൽ വീഡിയോ എടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേനും ഓക്കെ. അത് കഴിഞ്ഞ് അവർ ബൂട്ട്സൊക്കെ ഇട്ട് അവർ അടിച്ചു പൊളിച്ചായിരുന്നു. റെയിൻ ഫോറസ്റ്റ് ഡേ അടിച്ചു പൊളിച്ചു. അവരെ എന്തോ ഐസിൻ്റെ പോലത്തെ സംഭവത്തിലൊക്കെ കൊണ്ട് എന്തോ ഗെയിംസൊക്കെ കളിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഞാനാണ് ചെന്ന് വിളിക്കാൻ പോയത് കുട്ടികളെ. അപ്പോൾ വിളിച്ച് കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.